ഒരു ഡിവൈൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് ദൈവശാസ്ത്രത്തിൽ. ഡിവൈൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാല്, നിങ്ങൾ കടയിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഒരു മൊബൈൽ ഫോൺ വേണം. മൊബൈൽ ഫോണിന് 50,000 രൂപയാണ് കടക്കാർ പറയുന്നതെന്ന് വിചാരിക്കുക. 50,000 രൂപയുടെ മൊബൈൽ ഫോണിന് നിങ്ങൾ 50,000 രൂപ അങ്ങോട്ട് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഇങ്ങോട്ട് അവർ തിരിച്ചു തന്നു. ഇതൊരു എക്സ്ചേഞ്ച് ആണ്. എക്സ്ചേഞ്ച്, ഒരു കൈമാറ്റം. ഒരു ദൈവികമായ കൈമാറ്റത്തെ കുറിച്ച് ബൈബിൾ പറയുന്നു. ആ കൈമാറ്റം എന്ന് പറയുന്നത്, ഇപ്പൊ എന്റെ കയ്യിൽ ദാനിയേലായ എന്നിലുള്ളത് എന്തൊക്കെയാണ്? ഒന്ന്, എന്നിലുള്ളത് പാപം. ദാനിയേലായ എന്നിലുള്ള രണ്ടാമത്തെ കാര്യം ശാപം. ദാനിയേലായ എന്നിലുള്ള മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്കുള്ള മരണം. ഞാൻ മരിക്കേണ്ട ആളാണ്. മരണം, ആത്മാവിന്റെ മരണം. അതുപോലെ തന്നെ എന്നിലുള്ള വേറൊരു കാര്യമാണ് ദാരിദ്ര്യം. എന്നിലുള്ള വേറൊരു കാര്യമാണ് പാപം. അപ്പൊ പാപം, ശാപം, മരണം, ദാരിദ്ര്യം, ഇതൊക്കെയാണ് എന്റെ അവസ്ഥ. രോഗം. ക്രിസ്തുവിലുള്ളത് എന്തൊക്കെയാണ്? ക്രിസ്തുവിലുള്ളത് 1 ജീവൻ, 2 നീതീകരണം, 3 ശാപത്തിൽ നിന്ന് മോചനം അല്ലെങ്കിൽ അനുഗ്രഹം, 4 സമ്പന്നത. ഞാൻ 4 കാര്യങ്ങൾ വെറുതെ റാൻഡമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നിൽ